യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ അതിതീവ്രവും വളരെ വ്യക്തിപരവും വൈകാരികവുമായിട്ടുള്ള ഒരു ബന്ധം ഗുരുവായൂരപ്പനായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഭഗവാനോട് സംസാരിക്കുക, ഭഗവാനെ സ്നേഹിക്കുക, ഭഗവാനോട് കലഹിക്കുക, ഭഗവാന്റെ അടുത്ത് പരാതികൾ പറയുക, ഭഗവാന് നമ്മുടെ അകത്തുള്ള സ്നേഹത്തെ മുഴുവൻ കൊടുക്കുക. ഗുരുവായൂരപ്പ, നമ്മുടെ ആത്മാവ് ഭഗവാനുമായിട്ട് ഒന്നായി തീരാൻ, അഥവാ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ ഉണർത്താൻ, ആ ആത്മാവിനെ ഭഗവാനാക്കി മാറ്റാൻ ഉള്ള നമ്മുടെ തീവ്രമായിട്ടുള്ള ശ്രമം ഓരോ നിമിഷവും ഉണ്ടാവുക. നമ്മൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മളെ ഭക്തരെന്ന് പറയാൻ പാടുമോ എന്നറിയില്ല, അത് ഭഗവാനാണ് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരേണ്ടത്. എന്നാലും പറയാണ്, ആണ്ടാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ആഴമേറിയ ഇളകാത്ത ഭക്തി, ഉറച്ച ഭക്തി, ആ പരാഭക്തി, പരമഭക്തി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ആ യാത്രയിൽ എന്തൊക്കെ സന്തോഷം വന്നാലും എന്തൊക്കെ ദുഃഖങ്ങൾ വന്നാലും നമ്മൾ അതിനെയൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കണം. കാരണം നമ്മൾ വെക്കണ ഓരോ ചുവടും, അത് ദുരിതം കൊണ്ട് നിറഞ്ഞതാവട്ടെ, അല്ല സന്തോഷം കൊണ്ട് മതിമറക്കണതാവട്ടെ, എന്തോ ആവട്ടെ, ഭക്തിയുടെ പാതയിൽ നമ്മൾ വെക്കണ ഓരോ ചുവടും നമ്മളെ ഓരോ അടി ഭഗവാനോട് അടുപ്പിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരു ചുവട് വയ്ക്കുമ്പോൾ ഗുരുവായൂരപ്പൻ അവിടുന്ന് 10 ചുവട് ഇങ്ങോട്ട് വയ്ക്കുന്നുണ്ടെന്ന് നമ്മൾ മറക്കരുത്. ആ യാത്രയിൽ നമ്മുടെ മനസ്സിലുണ്ടാവണ സകല ദുഃഖവും സന്തോഷവും എല്ലാം ഭഗവാൻ തന്നെ കൊടുത്ത് കൊണ്ടുപോകണം. പരമഭക്തിയുടെ ആ പരമകാഷ്ഠയാകണ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ എത്തുമ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളോടുമുള്ള നമ്മുടെ എല്ലാവിധത്തിലുള്ള ആശാപാശങ്ങളും ഇല്ലാതായി ആ വസ്തുക്കളൊക്കെ തന്നെയും ഭഗവാനാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എത്തിച്ചേരുക, ഭഗവാനുമായിട്ട് ഒന്നായി തീരുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതാണ് ആണ്ടാളുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്.